ആയി കൂട്ടുകാരെ, എല്ലാവരും എന്ത് പറയണു? സുഖമായിട്ടിരിക്കണില്ലേ? പിന്നെ നമുക്കിന്ന് ഒരു കാര്യം ചെയ്യാം. ഒരു ബജീരെ കൂട്ട് ഒന്ന് തയ്യാറാക്കി നോക്കാം. എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം നമുക്ക് ബജി. അതിനായിട്ട് ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലേശം അരിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കായപ്പൊടി, ഇതെല്ലാം പാകത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അത് നല്ലോണം അതിൻ്റെ പാകത്തിന് ലൂസാവരുത് കേട്ടോ. മാവ് വല്ലാണ്ട് ലൂസായി പോവരുത്. അപ്പോൾ നമ്മുടെ ബജീര കായം അത് പിടിക്കില്ല, മാവ് പിടിക്കില്ല. അപ്പോൾ അത് ആവശ്യത്തിനുള്ള ലൂസ് നമുക്കറിയാലോ എങ്ങനെ പിടിക്കുമ്പോൾ. അതിലേക്കൊരു ലേശം നമ്മുടെ സോഡപ്പൊടി, അത് കുറച്ച് മതി കേട്ടോ. നമ്മളത് ഉണ്ടാക്കാനായിട്ട് ചട്ടി അടപ്പത്ത് വെച്ചതിന് ശേഷം മാവൊക്കെ ശരിയാക്കി ലാസ്റ്റ് ഒരു ലേശം സോഡപ്പൊടി ഒന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബജിക്കായ കേട്ടോ, സാധാരണ നേന്ത്രക്കായ ഒന്നുമല്ല, ബജിക്കായ അത് നൈസായിട്ട് അതിൻ്റെ തൊണ്ട് ഇതൊക്കെ ആക്കി കളഞ്ഞ് നൈസാക്കി അരിഞ്ഞിട്ട് കണ്ടില്ലേ, ഇതേ കനത്തിൽ അരിഞ്ഞിട്ട് മാവിൽ മുക്കി നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്കിട്ട് അത് മൊരിച്ചതിന് ശേഷം തിരിച്ചു മറിച്ചു വിട്ട് എടുക്കണം കേട്ടോ. നല്ല രസമായിട്ടുള്ള ബജി നമുക്ക് കിട്ടും. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ എങ്ങനെയുണ്ടത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. മധുരമൊന്നും ഇല്ലല്ലോ, നമുക്ക് നല്ല കട്ടൻ ചായയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഈ ബജീനെയൊക്കെ ഇഷ്ടമായിങ്ങ, നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഒന്ന് കൂടെ നിർത്തുക കേട്ടോ. ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.